പിന്നെ ഈ പരലോകം എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അവിടെ എനിക്ക് മാത്രമല്ല നിനക്കും കിട്ടും അഡ്മിഷൻ. ഓ, അതിന് കാലൊന്നും വിചാരിക്കണ്ട, ഞാൻ മാത്രം വിചാരിച്ചാ മതി. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. ധൈര്യം ഉണ്ടെങ്കിൽ നീ ചെയ്, നിനക്ക് പറ്റുന്ന വിധത്തില്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. അയ്യോ എന്റെ നടു പോയേ. അയ്യോ അയ്യോ എന്റെ നടു പോയി. പിള്ളേരെ അയ്യോ ആരെങ്കിലും വരണേ. അച്ഛാ, അച്ഛാ ഒന്ന് ഓടി വന്നേ. അയ്യോ മുത്തശ്ശി, അച്ഛാ അച്ഛൻ ഓടി വന്നേ. വീണേ? അയ്യോ എന്റെ മകനെ. അയ്യോ അയ്യോ എന്റെ നടുവേ നടുവേ. എന്താ എന്താ മുത്തശ്ശി, എന്താ പറ്റേ? അയ്യോ എന്തു പറയാനാ, കാലക്കേടാ. ഞാൻ കട്ടിലേന്നൊന്ന് എഴുന്നേറ്റ് നടന്നതാ, കുഴഞ്ഞങ്ങ് വീണു. എന്തിനമ്മ എണീക്കാൻ പോയി? അച്ഛ വണ്ടി വിളിക്കട്ടെ അച്ഛ? എന്തിനാ? മുത്തശ്ശി ആശുപത്രി പോണ്ടേ? എക്സ്റേ എടുത്ത് നോക്കാം. വല്ല എല്ലോ മറ്റോ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അറിയാലോ. അതൊന്നും വേണ്ടെന്നേ, എല്ലൊന്നും പൊട്ടിയിട്ടില്ല. ആ അതെ, നീ കുറച്ച് കുഴമ്പിട്ട് കാലും കൈയും ഒന്ന് തിരുമ്മി ചൂട് പിടിച്ച് തന്നാ മതി. എന്റെ ഇപ്പൊ നടുപോയതിന് കാലും കൈയും കുഴമ്പിട്ട് തിരുമ്മിയിട്ട് കാര്യമുണ്ട്? പൊട്ടാം, കാലും കൈയും വന്ന് യോജിക്കുന്ന സ്ഥലമാണല്ലോ നടുവ്. അങ്ങനെ ദേവി, നമുക്ക് മനസ്സിലായോ അമ്മ ഉദ്ദേശിച്ചത് എന്താന്ന്? മനസ്സിലായി. ഓ ഭാഗ്യം വേറൊന്നും പറ്റാതിരുന്നത്. ചിലര് വന്ന് വീണാലേ ഈ തലയൊക്കെ അങ്ങ് പൊട്ടിത്തെറിച്ചു, എന്നിട്ട് തലച്ചോറൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചെതറിയോ. ഇവിടെ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അല്ലേ?